എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ മറ്റേ ഒരു സ്ത്രീ ഈ ബസ്സിൽ കയറിയിട്ട് എന്നെ ഒരാൾ ജാക്കി വെച്ചെന്നൊക്കെ പറഞ്ഞ് നിരവധി നീണ്ട കഥ ഉണ്ടാക്കിയല്ലോ. ആ സ്ത്രീ അതിഭീകരിയാന്നാ പറഞ്ഞത് ഇപ്പോൾ വരുന്ന കഥകൾ. മാത്രമല്ല ആ സ്ത്രീയുടെ കുറിച്ച് വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഭയങ്കര ഒരു പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തൊക്കെയൊക്കെ ശബ്ദരേഖ എന്തൊക്കെ കേട്ടൂടെ. എനിവേ ആ ഒരു പെണ്ണ് ചില്ലറക്കാരിയല്ല, അത് വെറും അഴിഞ്ഞാട്ടക്കാരിയാണ്. പിന്നെന്താ വെച്ചാൽ ബസ്സിൽ കയറി വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണല്ലോ കയറുന്നത്. ആ സമയത്ത് മാത്രമാണ് തലമ തട്ടമിടുന്നത്. കാരണം ശാലീനതയും കൂലീനതയും ഉള്ള സ്ത്രീനെ പിന്നെ ഒരാൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീടുണ്ടാക്കണമെങ്കിൽ ശാലീനതയും കൂലീനതയും കാണിക്കണമല്ലോ. അതിനാണ് തട്ടം തലമ. അല്ലാത്ത സമയത്തൊന്നും ഒരു തട്ടുമില്ല, ഒരു ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പറയല്ല, ഫോട്ടോകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തും ശരിയായ ഒരു ഡീസൻസി ഉള്ളൊരു വസ്ത്രം ധരിക്കാത്ത ഒരു സ്ത്രീയാണ്. പിന്നെ മതവിശ്വാസം പറഞ്ഞാൽ അതൊന്നും ഇല്ല. പിന്നെ അതിനോ പുറമെ തന്നെ ഈ മുസ്ലിം ലീഗിന്റെ പിന്നെ പ്രതിനിധിയായിട്ടാണ് പിന്നെ ഇവിടെ അരീക്കോട് ഇവിടെ മത്സരിച്ചത്. അങ്ങനെ മത്സരിച്ച് ജയിക്കും ചെയ്ത്. അത് ജയിച്ചത് ഈ സ്ത്രീയുടെ കഴിവ് കൊണ്ടൊന്നല്ല, അത് മുസ്ലിം ലീഗിന്റെ കഴിവ് കൊണ്ടാണ്. അങ്ങനെ ജയിച്ച ഉടനെ തന്നെ വിദേശ സ്ഥലം വിട്ട് പിന്നെ ദുബായിൽ പോയിട്ട് ഇതുപോലെ തന്നെ കുറെ തെണ്ടിത്തിരി നടക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളും പിന്നെ അതിൽ നിന്ന് പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഒന്ന് ഫേമസ് ആണെന്നുള്ള ചിന്ത ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ ആ ചിന്ത വെച്ച് പുലർത്തി ദുബായിൽ കുറെ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് ഒരു രക്ഷയില്ല, ഒരാളും ഫോളോ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നപ്പോൾ നാട്ടിലൊക്കെ പരിധി എന്തെങ്കിലും ഒന്ന് കിട്ടുമോ, ഒന്ന് ഫേമസ് ആവാന്ന്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി, എന്താണ് ഇന്നത്തെ ട്രെൻഡിങ്? ബസ്സിൽ കയറിയിട്ട് എന്നെ പീഡിപ്പിച്ചേ പറയാം. അതാണ് ഇപ്പോൾ ഏറ്റവും എളുപ്പം. അതിന് പിന്നെ ഒരു വീഡിയോ പിന്നെ ആരെങ്കിലുമൊക്കെ മുട്ടിക്കൊള്ളല്ലേ, അദ്ദേഹത്തെ മുട്ടല്ലോ, കാരണം ബസ്സല്ലേ, നല്ല തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് തിരക്കില്ലാത്ത ബസ്സിലാണ് മുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നല്ല പ്രതീക്ഷയിൽ കയറിയപ്പോൾ അത് ശരിക്കും നടന്നിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? നടത്തിച്ചു. അങ്ങോട്ട് പോയിട്ട് ഇടിച്ച് കയറി ഒരസി കൊടുത്തിട്ട് നടത്തിച്ചു. അങ്ങനെ ആ ആള് ആത്മഹത്യ ചെയ്തു. മൂപ്പരുടെ ഒരുപാട് വീഡിയോ കാര്യങ്ങൾ വരുന്നുണ്ട്. മൂപ്പരുടെ വീട്ടിലത്തെ പിന്നെ എല്ലാവരും ഇരുന്ന് അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ. പക്ഷെ ആത്മഹത്യ ഇപ്പൊ എന്താ വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ചെയ്യാതെ ഇരുന്നിട്ട് ഫൈറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഈ പിന്നെ ഇന്ത്യയിലത്തെ നിയമം, കേരളത്തിലെ പ്രത്യേകിച്ച് നിയമം എന്താന്ന് വെച്ചാല് പുരുഷന്റെ മേലെ ഒരു സ്ത്രീ വിരൽ ചൂണ്ടിയോ പിന്നെ ചോദ്യമില്ല, ഉത്തരവില്ല, നേരെ ജയിലിലാണ്. മറുപടി പറയാനോ വിശദീകരണം തരാനോ ഒന്നും സമ്മതിക്കൂല. നിങ്ങൾ ഈ പോയിട്ട് കോടതിയിൽ പറഞ്ഞിട്ട് 14 ദിവസം ജയിലിലേക്ക് എടുത്ത് കയറി. അതോടുകൂടിയിട്ട് ആ ഒരു വ്യക്തിയുടെ ജീവിതം തകർന്നു. കാരണം പിന്നെ വീടിന് മുമ്പിൽ പോലീസ് ജീപ്പുകളുടെ ഒരു നേര, പിന്നെ അവിടെ പത്രക്കാരുടെ നേര, അതുപോലെ തന്നെ പോലീസുകാർ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും. ചോദ്യമില്ല, ഉത്തരവില്ല, നേരെ ജയിലിലേക്ക് എടുത്ത് എറിയും. പിന്നെ അവിടെ എന്താ പറയാ, ജഡ്ജിയുടെ മുമ്പിലൊക്കെ 14 ദിവസം ജയിലിൽ കിടന്നു പോകാൻ പറഞ്ഞാൽ ഭയങ്കരതല്ലേ. അങ്ങനെ ജഡ്ജി ചിലപ്പം പിന്നെ ജാമ്യം നിഷേധിച്ചാൽ അതിനേക്കാൾ അപ്പുറം. അപ്പൊ ഇങ്ങനെ ജോലി കൂലിയൊക്കെ ഇല്ലാതാവും, ജോലി തെറിക്കും. കാരണം ജയിലിൽ കിടന്ന ആളെ ജോലിയിൽ വെക്കൂലല്ലോ. ഇതിപ്പോ മരിച്ചത് കാരണം എല്ലാവരും ഭാഗം പറയുന്നു, മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കുറ്റം പറയാനും ഉണ്ടാവും. അതാണ് സമൂഹം. ഓക്കെ, അപ്പോ എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മഹത്യ ചെയ്ത് ശരിയായില്ല, ഫൈറ്റ് ചെയ്യേണ്ടിയിരുന്നു. ഇപ്പൊ മറ്റേ സവാദ് പറഞ്ഞ ആള് മറ്റേ മസ്താനി പറഞ്ഞ ഒരു നല്ല ഒരു അഴിഞ്ഞാട്ടക്കാരി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയല്ലോ, ബസ്സിൽ കയറി തുടക്കി. അയാൾ ഫൈറ്റ് ചെയ്ത് അയാളിപ്പോ ഒരു കുഴപ്പമില്ലാതെ സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ ചിലർക്ക് ഇത് ഫേസ് ചെയ്യാനേ തുടക്കത്തിൽ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും വീഡിയോയിൽ ആ സ്ത്രീ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, അതിലൊരു ചുക്കുഞ്ഞുണ്ടാവില്ല, ഒരു വീടിനും ഇല്ല, ഒരു തെങ്ങില്ല. ആ സ്ത്രീയാണ് അങ്ങോട്ട് പഠിപ്പിക്കുന്നത്. അതാണ് ആ വീഡിയോയിലുള്ളത്. ആ വീട് വെച്ചിട്ട് തന്നെ അയാൾക്ക് ഫൈറ്റ് ചെയ്യായിരുന്നു. പക്ഷെ എന്തോ മൂപ്പര് ഈ തുടക്കത്തിലുള്ള ഒരുപാട് ഈ കൺഫ്യൂഷനും കാര്യങ്ങളും നേരിടാൻ പറ്റാതെ പിന്നെ അച്ഛനമ്മയും ബന്ധുക്കള് സുഹൃത്തുക്കള് അവരൊക്കെ ഇപ്പൊ മരിച്ചത് കാരണം എല്ലാവരും നല്ലവനായിരുന്നു പാവമായെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജീവനോട് ഇരുന്നുണ്ടെങ്കിൽ കുറ്റം പറയുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ സഹിക്കണ്ടേ? അതുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. എനിവേ ഈ ഒരു വീട്ടിൽ പറയുന്നത്, പോലീസുകാർ ഈ സ്ത്രീനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. എന്താണ്, ഈ സ്ത്രീക്ക് എന്താ 2 കൊമ്പുണ്ടോ? നിയമം എല്ലാവർക്കും തുല്യതല്ലേ. അപ്പൊ പുരുഷന്മാരന് 100 മീറ്റർ ഓട്ടം ഓടിയിട്ട് നല്ല സ്പീഡിൽ ഓടി വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലേക്ക് എറിയും. എന്താണ് സ്ത്രീനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് എറിയാത്തത്? എന്താണ് വല്ല വ്യത്യാസം? ഈ മറ്റേ സ്ത്രീയും പുരുഷനും തുല്യരാണല്ലോ. അത് സ്ത്രീകൾ തന്നെയല്ലേ പ്രസംഗിക്കുന്നത്, തുല്യരാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ സ്ത്രീകൾ ഭയങ്കര തുല്യതയുടെ ആൾക്കാരാണ്. എന്നാ പിന്നെ ജയിലിൽ പോയി കിടന്നൂടെ? പോലീസും കണക്ക് തന്നെയാണ്. പോലീസ് ഇപ്പൊ നോക്കുന്നുണ്ടാവും ഇവളെ വല്ല മുതലെടുപ്പും പറ്റോ, പിന്നെ കേസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കായിരുന്നു, ഇവള് നമുക്കൊന്ന് സുഖിപ്പിച്ച് തന്നാലും എന്നൊക്കെ പോലീസർ ചിന്തിച്ച് നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അതിനുള്ള പദ്ധതി അതിന്റെ പ്ലാനിങ് നടക്കുന്നുണ്ടാവും. എന്തായാലും ആ സ്ത്രീ ഇപ്പോഴും പുറത്താണ്.
സത്യം പറഞ്ഞാൽ ആത്മഹത്യാ പ്രേരണ, ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 7-8 കൊല്ലം അകത്തിടുമ്പോഴാണ് ശരിക്കും ഇവർക്കൊക്കെ വീഴാറുള്ളൂ. ഭയങ്കര ഇംഗ്ലീഷ് തൂറിക്കൊണ്ട് നടക്കുകയാണ്. പിന്നെ ആ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഓർമ്മ വന്നത്, ഭയങ്കര ഇംഗ്ലീഷ് തൂറ്റികൾ നടക്കുന്നുണ്ട്. ആ ഇംഗ്ലീഷ് തൂറ്റികൾ നമുക്ക് കേൾക്കുക, അതൊക്കെ പിന്നെ ബ്ലോക്കാക്കി. ആ സ്ത്രീയുടെ എന്താ ഇൻസ്റ്റാഗ്രാം എന്താ പറയുക അതിലൊക്കെ ബ്ലോക്കാക്കി. പക്ഷെ അത് ആരും അയച്ചു തന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഇംഗ്ലീഷാണ് കേട്ടോക്കെ. ആരും ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ പോരെല്ലാരും. ഓക്കെ, കേൾക്കാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. അത് മനസ്സിലായി. വീഡിയോ വ്യൂസിനുള്ള ഇതല്ല. പിന്നെ എന്തിനാണ് വീഡിയോ ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ട്? കാണാൻ തന്നെയാണല്ലോ. വ്യൂസ് എന്ന് പറഞ്ഞാൽ കാണുക എന്നാണല്ലോ. അപ്പൊ കാണാൻ തന്നെയാണ്. പക്ഷെ അല്ലോട്ട് വരണ്ട തുടങ്ങുന്നത്. നല്ല കുതന്ത്രത്തിന്റെ ആളാട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ മാനസിക സാമൂഹിക വാട്ട് ഈസ് ദാറ്റ്? മാനസിക പറഞ്ഞ എവിടെയാണ്, സാമൂഹിക അവിടെയാണ്. മാനസിക സാമൂഹിക ഓക്കെ പ്രതികരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അത് ഞങ്ങളും കണ്ട്. അതിൽ മനഃപൂർവ്വം സ്പർശിക്കുന്നേ ഇല്ല. അപ്പൊ തന്നെ പാച്ചക്കള്ളം പറഞ്ഞു വരികയാണ്. മാനസിക രോഗം ഈ സ്ത്രീക്കാണ്, മറ്റുള്ളവർക്കൊന്നല്ല. ഭൂലോക മാനസിക രോഗം, അതായത് പിന്നെ ലൈ ബിഹേവിയർ എന്ന് പറയും. ഗീബൽസിയൻ നുണകൾ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു തരം രോഗമുണ്ട്. ആ രോഗം ബാധിച്ചിരിക്കുകയാണ് സ്ത്രീനെ. കാരണം നമ്മൾ കണ്ട സംഗതിയിലൊന്നുമില്ല. ഈ സ്ത്രീ വന്നത് പച്ചക്ക് ഇങ്ങനെ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതൊരു ആക്സിഡന്റ് അല്ല. അതൊരു ആക്സിഡന്റ് അല്ല. അങ്ങോട്ട് പോയി കുത്തി കൊടുത്തതാ. ആക്സിഡന്റ് അല്ല. ദൂരത്ത് നിൽക്കാണ് ഈ സ്ത്രീ. എന്നിട്ട് അവിടെ ദൂരത്ത് നിന്നാണ് മറ്റൊരാൾ നിൽക്കുന്നത്. കുറെ ഗ്യാപ്പ് ഉണ്ട്. ബസ്സിൽ തിരക്കൂല്ല. ആക്സിഡന്റ് അല്ല. അവിടെ അങ്ങോട്ട് കയറി പോയിട്ട് കുത്തിയിട്ട് മാത്രമല്ല, ആ ആളുടെ കൈമ കൊണ്ടുപോയിട്ട് ഈ സ്ത്രീയുടെ നെഞ്ചു കൊണ്ടുപോയിട്ട് കുത്തി കൊടുത്ത്, എന്നിട്ട് ആ സമയത്ത് ആ കൈ തട്ടിയപ്പോ ആ സ്ത്രീയുടെ മുഖത്ത് ആ വിജയഭേരി, ആ വിജയശ്രീലാളിതയായിട്ടുള്ള ഒരു ഭാവം വരുന്നുണ്ട് മുഖത്ത്. കാരണം എനിക്ക് കിട്ടേണ്ടത് കിട്ടിയടാ എന്നും പറഞ്ഞിട്ടൊരു നോട്ടുണ്ട്. അതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നത്. അല്ലാതെ ഒരു ഇരയോ എന്തെങ്കിലും പീഡനം അനുഭവിച്ചതോ ഒരു രീതിയല്ല, ഒരു ഭാവമല്ല മുഖത്ത്. ഒരു വിജയം, ഞാൻ കിട്ടി, ഞാൻ വിജയിച്ചു പറഞ്ഞിട്ടുള്ള ഒരു ഭാവമാണ് മുഖത്ത് വരുന്നത്. കണ്ട് അപ്പൊ ഇതിൽ കാണിക്കാനും കണ്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ കണ്ടുണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ല, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. വരട്ടെ ഇംഗ്ലീഷ്. സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനും ആണ്. സെക്ഷൽ ബൗണ്ടറി വയലേഷൻ, അതെന്താണ് ഈ ബൗണ്ടറി? എന്നാ പിന്നെ ബസ്സിൽ കയറണ്ടല്ലോ, കാർ വിളിച്ച് പോയി കൂടെ? ബസ്സിൽ കയറും ചെയ്യാം. പിന്നെ അവിടെ സെക്ഷൽ ബൗണ്ടറി വന്ന് എഴുതി വെക്കുന്ന ഒരു ബോർഡൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് കടക്കണ്ടല്ലോ. അങ്ങനെ എല്ലാ സ്ത്രീകളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിലാകെ 2 ആളുണ്ടാവും, 2-3 ആളുണ്ടാവും. കണ്ടക്ടർ പോയി പൈസ വാങ്ങാൻ വരെ പറ്റൂല, കാരണം ബൗണ്ടറി അല്ലേ. വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണ്ടേ? എവിടെയാണ് ബൗണ്ടറി, എത്ര ദൂരത്താണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. കാരണം ബസ് അങ്ങോട്ട് കുലുമ്പം തട്ടിയാൽ എന്റെ സെക്ഷൽ ബൗണ്ടറി ലംഘിച്ചു പറഞ്ഞിട്ട് ഒരു സർക്കസ് കളിച്ച് കുറെ വ്യൂവർമാരെ കൂട്ടായിരുന്നു. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാന് ആർക്കാ അവകാശമുള്ളത്? ആർക്കും അവകാശമില്ല. ബസ്സിൽ ഇങ്ങനെ കുലുങ്ങുമ്പോ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോ ഞാൻ അനുവാദം ചോദിക്കും, എന്താ ഞാൻ മറിഞ്ഞു വീണ വരുന്നുണ്ടോ, ഞാൻ തൊടട്ടെ പറഞ്ഞിങ്ങനെ എഴുതി ഒപ്പിട്ട് വാങ്ങേണ്ടി തോന്നുന്നുണ്ട്. ബസ്സിലൊക്കെ കയറിക്കണത്, വീട്ടിലല്ല, സ്വന്തം വീട്ടിലിരുന്ന് പറഞ്ഞ പോലെയാണ് പറയുന്നത്. ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, അവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് സഹിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ സ്വന്തം നടന്നു പോവുക, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തുണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോ കാറും ബസ്സൊക്കെ ഉള്ള ആളാന്ന് തോന്നുന്നുണ്ട്. പിന്നെ കാറിലാ പോയി കൂടെ, സ്വന്തം കാറിൽ. സെക്ഷൽ ബൗണ്ടറി പഠിപ്പിക്കുക പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയിട്ടേ. നന്നായി. അപ്പൊ ഈ സ്ത്രീയൊക്കെ ശരിക്കുള്ള തിരക്കണ്ട. എന്താ പറയാ, ചില ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, സൂചിട്ട് നിലത്തെത്തൂല. അപ്പൊ ആ സമയത്ത് സ്ത്രീകള് സെക്ഷൽ ബൗണ്ടറി ക്രോസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാൻ പറ്റും. ഇപ്പോ ചില ട്രെയിനിലൊക്കെ കയറിയാല് സ്ഥലം തന്നെ ഉണ്ടാവില്ല. എന്നിട്ട് തള്ളി മറിക്കുകയാണ്. സെക്ഷൽ ബൗണ്ടറി ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. ഇമ്പൾസ്, അതെന്താ സാധനം ഇമ്പൾസ്? മനസ്സിലായില്ല, ഒരു മിനിറ്റ് എഴുതിയെടുക്കട്ടെ. ഇമ്പൾസ്, ഇത് പിന്നെ നമുക്ക് ചാറ്റ് ജിപിയോട് ചോദിക്കാം. ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ ഇമ്പൾസ്, അത് ശരി, അങ്ങനെ ഒരു സാധനത്തില്ലേ. അപ്പൊ ഈ സ്ത്രീ ഇപ്പൊ ഇതിങ്ങനെ നോക്കി നടക്കുകയാണ്. ഇമ്പൾസ് ആർക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ ഈ സ്ത്രീയുടെ കയ്യിലാണ്. എന്തോ ഒരു സൈക്കോളജിയോ കൊയ്ക്കോളജിയോ എന്തോ എന്താണെന്ന് പറയുന്നത്. സംഭവത്രേ ഉള്ളൂ. ഈ സ്ത്രീയുടെ വയറിന്റെ അകത്ത് ഇതൊക്കെ ഇങ്ങനെ കിടക്കണേ. ഇമ്പൾസും സാമൂഹികവും സോഷ്യലിസും അതും ഇതൊക്കെ കിടക്കണേ. ഇതിങ്ങനെയും പുറത്തെടുത്ത് ഇടുന്നല്ലോ. എനിക്ക് നല്ല വിവരം ഉണ്ടെന്ന് കാണിക്കാൻ അതിനൊരു അവസരം കിട്ടാതെ നടക്കാണ്. അപ്പോഴാണ് ഈ സംഗതി കിട്ടുന്നത്. ഇത് തന്നെ സുവർണാവസരം, എടുത്തിട് തന്നെ. എനിക്കറിയുന്ന ഇംഗ്ലീഷ് മുഴുവൻ ഞാൻ അവിടെ ഛർദ്ദിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുകയാണ്. ഇമ്പൾസും പിന്നെ എന്താണ് ബിഹേവിയറും സെക്ഷൽ ബൗണ്ടറി ഗീൻട്രി പറഞ്ഞ് മുഴുവൻ. അതായത് കേൾക്കണവർക്ക് തോന്നും എനിക്ക് ഭയങ്കര ഇംഗ്ലീഷുകാരിയാണ്. പിന്നെന്താ കേരളത്തിലെ പണി? അമേരിക്കയ്ക്ക് പോയിക്കൂടെ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ മലയാളത്തിൽ കേരളത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ മറ്റേ അമേരിക്കയിൽ പോയിക്കോ, സംഖ്യകൾ പറഞ്ഞ പോലെ.
മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. എമ്പതി അതാരാ? മറ്റുള്ള ആൾക്കാരോട് എമ്പതി ഈ സ്ത്രീക്കുണ്ടോ എമ്പതി? അവിടെ എത്രയോ വയസ്സാൾക്കാർ നിൽക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇരിക്കാൻ സീറ്റ് ഒരുക്കി കൊടുത്തൂടെ? ആ മറ്റുള്ള സ്ത്രീകളൊക്കെ പറഞ്ഞു നീക്ക് ചെറുപ്പക്കാരികളൊക്കെ നീക്കാൻ പറഞ്ഞിട്ട് ഇത്തിരി എമ്പതി കാണിച്ചൂടെ ആ വയസ്സാൾക്കാരോടൊക്കെ? അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് മാറി നിന്നൂടെ? എമ്പതി കാണിച്ചൂടെ? മറ്റുള്ളവരെ എല്ലാതും കാണിക്കണം, മറ്റുള്ളവർ എമ്പതി കാണിക്കണം, മറ്റുള്ളവർ ബൗണ്ടറി നോക്കണം, മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണം, മറ്റൊരു ഇമ്പൾസ് താഴ്ത്തി വെക്കണം. ഇതെന്തത്? എല്ലാതും ചെയ്യണം. ഈ സ്ത്രീ ആരാ? രാജകുമാരി. അതും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുമ്പോ എല്ലാവരും മാറിയിട്ട് നിൽക്കണം. സമ്മതിച്ച് ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനൊക്കെ അപ്പുറത്ത്. അപ്പൊ എവിടെയാണ് അത്? കുറച്ച് അപ്പുറത്തായിരിക്കുമല്ലേ? ഓക്കെ. ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരാള് എന്നെ ആരൊന്നും ചെയ്യില്ല എന്നുള്ള ബോധത്തോടെ കൂടെ ഒക്കെ മനസ്സിലായി, സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലായി. അയാൾ എന്താന്നൊക്കെ പിന്നെ കലക്കി കുടിച്ചു ഓൾറെഡി. എന്നെ ആരൊന്നും ചെയ്യില്ല എന്നുള്ള ബോധത്രേ. ഇതെന്താ വെച്ചാല് ഈ പുരുഷ വിരോധം തലക്ക് പിടിച്ച് ഭ്രാന്തായതാണ്. അപ്പൊ ഒരാളെ കിട്ടിയപ്പോ മുഴുവൻ കൊണ്ടുപോയിട്ട് അവിടെ തള്ളുകയാണ്. മറ്റേടത്തെ വിചാരല്ലേ? മറ്റേടത്തെ വിചാരം? ഓ, മറ്റേ സുരേഷ് ഗോപി പറഞ്ഞത് മറ്റേ മോനെ. അത് ശരി. അപ്പൊ സുരേഷ് ഗോപിയുടെ അനിയത്തിയാണിത്. അങ്ങനെ വരട്ടെ, ഒരേ സ്കൂളിൽ ഒരേ സംസ്കാരം പഠിച്ചവരായിരിക്കും. അതാണ് മറ്റേടത്തെ. അതാണ് ഈ മറ്റേടത്തെ എവിടെയാണിത്? അത് ശരി. അതും കൊണ്ടാണ്. എന്താന്ന് വെച്ചാലേ ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. അത് ശരി, അങ്ങനെയാണ് അല്ലേ? അപ്പൊ ഈ സ്ത്രീയുടെ മുമ്പിലാണ് ആള്, ആ ആളുടെ മുമ്പിലാണ് ഈ പറഞ്ഞ വേറെ സ്ത്രീ ഉണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ ഇല്ലട്ടോ വീടില്ലേ, എവിടെയില്ല. അതിന് മുമ്പിൽ ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ മൂന്നാമത് നിൽക്കുന്ന ഈ സ്ത്രീക്ക് ഇമ്പൾസ് കാരണം സെക്ഷൽ ബിഹേവിയർ കൂടെ മനസ്സിലായെന്നാ പറയുന്നത്. എമ്പതി. അത് ശരി. അപ്പൊ ഭയങ്കര കഴിവനാണല്ലേ? അവിടെ ദൂരത്ത് നിൽക്കുന്ന ആ പെണ്ണിന് ബുദ്ധിമുട്ട്. ആ പെണ്ണ് എവിടെ നിന്നിട്ട്? ആ പെണ്ണ് എവിടെയും കാണുന്നില്ലല്ലോ. ആ പെണ്ണിനില്ലാത്ത ബുദ്ധിമുട്ട് എന്താണ് ഈ സ്ത്രീക്ക്? ഇത് പ്രശസ്തിയാൻ വേണ്ടിയിട്ടും ഈ ഇംഗ്ലീഷ് തള്ളി മറിച്ച് ഞാൻ ഭയങ്കര സാധനം കാണിക്കാനുള്ളൊരു കാരണം ഒരു കൊടിച്ച് പാട്ടി പോലും ചോദിക്കുന്നുണ്ടാവില്ലേ? ഏതോ ഒരു മത്സരത്തില് പഞ്ചായത്ത് പിന്നെ ഇലക്ഷൻ എന്തോ ജയിച്ചിട്ട് പിന്നെ എന്താ പറയാ ഈ മുസ്ലിം ലീഗരെ തന്നെ വെറുപ്പിച്ച് പോയതാത്രേ. മുസ്ലിം ലീഗരെ തന്നെ നാറ്റിക്കലത്ര പണി സ്ത്രീയുടെ. അങ്ങനെ മുസ്ലിം ലീഗർ തന്നെ ഹെഡൊക്കെ അയക്കണ സ്ത്രീ കൊണ്ട്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് കുറെ ആൾക്കാർ ചിന്തിച്ചപ്പോ നോക്കുമ്പോ പിന്നെ പിടിപാടുള്ള കാരണം പുറത്താക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ഹെഡേക്കാണ് മുസ്ലിം ലീഗിന് തന്നെ. ഒരു നൂയിസൻസ് ആണ് സ്ത്രീ. എന്നിട്ട് എന്താ തള്ളിമറിക്കൽസ് സമ്മതിച്ച്. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ അത് കണ്ടോണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു. ഓ, വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പിന്നെ വന്ന് ചാക്കി വെക്കുക ആരെങ്കിലും? എന്താണ് ഈ പെരട്ട ഈ രൂപത്തിലുള്ള നുണ പറയുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. നാണുമാനുണ്ടാവും. ഈ സ്ത്രീനെ പിടിച്ചെന്താണ് ജയിലിലിടാത്തത്? ഒരു 7 കൊല്ലം ജയിലിലിടണം. എന്താ പോലീസുകാരുടെ കൈൻ്റെ വയല് പഴം കയറിയോ? അതോ പോലീസുകാരുടെ കയ്യിലൊക്കെ വാദം പിടിച്ചോ? എല്ലാരും ഓടി വന്ന് അറസ്റ്റ് ചെയ്യണ കാണാലോ. വല്ലാതെ ചലക്കുന്നുണ്ടല്ലോ സ്ത്രീ. ഏതെങ്കിലും പോലീസുകാർ വന്ന് പിടിക്കുക ഈ സ്ത്രീനെ, ജയിലിലിട്. 10-15 ദിവസം 16 ദിവസം അല്ലെങ്കിൽ 16 മാസം റിമാൻഡ് ചെയ്യേ. വല്ലാതെ നാവ് കേടുന്നത് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. പാറ്റേൺ ബസ്സിൽ കയറിയിട്ട് ആകെ ഒരു മിനിറ്റ് മാത്രമായിട്ട് കാണുന്ന ഒരാളുടെ പാറ്റേൺ അടക്കം മനസ്സിലായി. അയാളുടെ പാൻറ്റീസ് മനസ്സിലാവാഞ്ഞത് നന്നായി. പാറ്റേൺ അടക്കം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാ. എന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. നല്ല പ്രശ്നമുണ്ട്. അപ്പൊ പിന്നെ കൊണ്ടുപോയി ചികിത്സിക്കുന്നാല് മാനസിക രോഗ വിദഗ്ധയാണ് അത്ര. ഇത് നല്ല മാനസിക രോഗ വിദഗ്ധല്ല, ഭ്രാന്തിയാണ്. ഊളംപാറയില് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും മെറിറ്റില്. അങ്ങനത്തെ സാധനമാണ്. അപ്പോഴേക്കും മനസ്സിലായി. ഒരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റ്. ശരി, മെയിലിന്റെ യഥാർത്ഥ ഫോർമൽ ബിഹേവിയർ അല്ല. അതൊക്കെ അറിയട്ടോ. ഒരു മെയിൽ എങ്ങനെയാണ് ബിഹേവിയർ ചെയ്യേണ്ടതൊക്കെ അറിയട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ടെംപ്റ്റേഷനും അല്ല. പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാ. അൺകറക്റ്റഡ് ബിഹേവിയർ. എന്റെ അമ്മോ, അങ്ങനെ ഒരു ബിഹേവിയർ ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ എനിക്ക് പോയിട്ടൊന്ന് പരിശോധിക്കണം. അൺകറക്റ്റഡ് ബിഹേവിയർ ആണോ ഇൻട്രപ്റ്റഡ് ബിഹേവിയർ ആണോ എനിക്കുള്ളതെന്നൊക്കെ എനിക്ക് പരിശോധിക്കണം. ഇപ്പൊ എന്താ ചെയ്യാ? ബസ്സിൽ കയറിയാൽ മതില്ലേ? അത് നല്ലൊരു ഐഡിയ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് തള്ളി മറിക്കുന്നത്. ഒരാളിനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കയറി അങ്ങോട്ട് പോയി ജാക്കി വെച്ച് ആ ആളിനെ ആത്മഹത്യ ചെയ്യിപ്പിച്ച് എന്നിട്ട് വലിയ നാവട്ട് അലക്കുക. എന്താ തന്ത്രം! ഫേമസ് ആയി ആള്. ഫേമസ് ആയ മതിയല്ലോ.
പ്രശസ്തി രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നല്ല പ്രശസ്തി, ഒന്ന് കുപ്രശസ്തി എന്ന് പറയും. ഇതിപ്പോ കുപ്രശസ്തി കിട്ടി, അത് കിട്ടിയാൽ മതിയല്ലേ, എല്ലാവരും അറിഞ്ഞില്ലേ. കാരണം നാട്ടിലും വീട്ടിലും ആരും അറിയാത്ത ഒരു ജന്തു ഇപ്പോ എല്ലാ ഇപ്പൊ ഈ വാർത്ത കേരളത്തിൽ മാത്രമല്ല, ഈ സ്ത്രീ പ്രശസ്തിയായത് എവിടെ അറിയോ, എല്ലാം ഈ മൊത്തം ഇന്ത്യയില്. ഞാനിന്ന് വാർത്ത നോക്കുക ട്വിറ്ററില് നോക്കുമ്പോണ്ടാ അവിടുത്തെ ഏതൊക്കെയോ പത്രത്തിൽ വന്നിക്കണ ഈ വാർത്ത, ഈ സ്ത്രീയുടെ ഫോട്ടോ ഒക്കെ. ഈ സ്ത്രീയുടെ ഫോട്ടോ അല്ല, ആ വീഡിയോ, അതിൽ സ്ത്രീ ഉണ്ട്, അയാളും ഉണ്ട്. വീഡിയോ കാണിക്കണ് ഏതൊക്കെയോ ചാനലില്, ഗോതി മീഡിയയിലൊക്കെ കാണിക്കണ്. കൈയടിച്ച് പാസ്സാക്കണം. ഇതൊക്കെ പ്രശസ്തി, ഇന്ത്യ ഫേമസ് ആയി. ഇനി ഹോളിവുഡിലും ബോളിവുഡിലൊക്കെ സിനിമയിലും ചാൻസ് കിട്ടും, ബിഗ് ബോസിലും കയറി നിരങ്ങാം, എന്തൊക്കെ ചെയ്യാം. പിന്നെ അതിജീവിതമായിട്ടൊരു സാരി ഒക്കെ എടുത്ത് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാം. മറ്റേ ഹണിറോസ് ഉദ്ഘാടനം ചെയ്യണ പോലെ, മറ്റേ ഭാവന ഉദ്ഘാടനം ചെയ്യണ പോലെ എങ്ങനെ ഉദ്ഘാടനം ചെയ്യാം. ഭാവന ടീമിലേക്ക് കയറാനുള്ള മത്സരമായിരുന്നു. ഭാവന ടീമിലേക്ക് അതിജീവിത. മറ്റേ ഇതുണ്ടല്ലോ, നവീൻ പോളി പറഞ്ഞ സിനിമ അവിടെ ഉണ്ടല്ലോ, അയാൾ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് ഒരു സ്ത്രീ വലിയ കോൺഫിഡൻസിൽ നടന്നിരുന്നല്ലോ, അതെന്തായി? അത് പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും തെളിഞ്ഞു. അതിനൊക്കെ പിടിച്ച് ജയിലിൽ കയറണ്ടേ? ഒന്നും കേട്ടില്ല, പിന്നെ എറിഞ്ഞോ ജയിലിലേക്ക്. അതുപോലെ ഇതിനും പിടിച്ച് ജയിലിലേക്ക് കയറണം. വെറുതെ ഇതിനൊക്കെ കയറൂരി വെട്ടിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് ആൾക്കാരെ ഇതിനെ മുൻകരുതലായിട്ട്, കാരണം ഇതിപ്പോ ഭയങ്കര ഡേഞ്ചറാണ്. ഈ ഇങ്ങനത്തെ ശവങ്ങളൊക്കെ ഇനി കയറി വന്നിട്ട് പീഡിപ്പിച്ച പറഞ്ഞാൽ കുടുങ്ങും, തെളിവുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യണം, ഇപ്പൊ പുരുഷന്മാരെന്നെ വീഡിയോ ഓണാക്കി നടക്കുകയാണ്. ഇത് കണ്ടോക്കെ, ഇതല്ല ടച്ച് ചെയ്താൽ നമുക്ക് റിസോഴ്സ് എന്തിനില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ആണുങ്ങളെ കൊണ്ടും പറ്റും. അതായത് ചുരുക്കി പറഞ്ഞപ്പോ എല്ലാരും ബസ്സിൽ കയറുമ്പോഴേ ഒരു ഫോണ് ഓണാക്കി പിടിക്കേണ്ടി വരും, കേറിയിട്ട് ഇറങ്ങുന്നത് വരെ. അല്ലാതൊരു രക്ഷയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരാൾ പറയുന്നുണ്ട്. കാരണം വയസ്സായിരുന്നാണ് ഇവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യാം. ഈ സ്ത്രീ കൊന്ന ആളുടെ പ്രായം 41 ഇത് അപ്പം നേരത്തെ കണ്ടേ. അയാൾ 41 വയസ്സിൽ അയാൾക്കൊരു പെറ്റി കേസ് പോലും എത്ര ഒരു പോലീസ് സ്റ്റേഷനിലും അങ്ങനത്തെ ആളിനെയാണ് പീഡിപ്പിച്ചു പറഞ്ഞിട്ട് ഈ ജാതിയാക്കിയത്. അപ്പൊ വയസ്സായ ആൾക്കാരനാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ വയസ്സന്മാരും പിന്നെ ഫോൺ ഓണാക്കി നടക്കുക. പിന്നെ ചിലര് വേറെന്താ വേഷമൊക്കെ പറയുന്നത്, മുള്ളുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നടക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. പിന്നെ ആരും എടുക്കൂലല്ലോ, കാരണം സെക്ഷൽ ബൗണ്ടറി നിശ്ചയിക്കണമല്ലോ. പുരുഷന്മാർക്കുണ്ടല്ലോ സെക്ഷൽ ബൗണ്ടറി ഒക്കെ, അപ്പൊ അത് നിശ്ചയിക്കണ്ടേ. അല്ലെങ്കിൽ ഇമ്പൾസ് ഒക്കെ വന്നു കഴിഞ്ഞാലേ പിന്നെ അടുത്തുള്ള സ്ത്രീകൾ പറയും എന്റെ സെക്ഷൽ ബൗണ്ടറി തകർത്തു എന്നൊക്കെ പറയും. ആകെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനൊന്നും നിൽക്കണ്ടാരോ. ഓക്കെ, ഇവിടെ ഒരു വാർത്ത പറയാണ്. അതായത് എന്തൊരു ജിപ്സ ബീഗം പറഞ്ഞ ഒരു സ്ത്രീയുടെ ഒരു പോസ്റ്റാണ്. പിന്നെ ഷിംജിത മുസ്തഫ എന്നാണ് ആ സ്ത്രീയുടെ പേര്, മറ്റേ ആളിനെ കൊന്ന ആ സ്ത്രീയുടെ പേര്. എന്നാൽ ഇവൾ പലതരത്തിലും പല വീഡിയോസും ഇട്ട് നോക്കി, ഒരു തരത്തിലും ക്ലച്ച് പിടിക്കുന്നില്ല ഏതാ സ്ത്രീയെ എന്ന് കണ്ടപ്പോൾ നല്ല അടക്കവും ഒതുക്കവും പിന്നെ ഉള്ള ദീനി ഹൂറിയായി മേക്ക് ഓവർ ഒക്കെ നടത്തിയായിരുന്നു ബസ്സിലെ പിന്നെ ചിത്രീകരണം. ദുബായിലും പലയിടത്തും നിരങ്ങി നടന്ന് വീഡിയോ ഇട്ടിട്ടും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇവളുടെ പ്രൊഫൈലുള്ള വീഡിയോസിൽ ഉണ്ട് ലോറിക്കാരൻ റോഡിൽ പിന്നെ തുപ്പി അപ്പിയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പോസ്റ്റുകൾ. എന്തൊക്കെ പറി ചെയ്തിട്ടും ഒരു പാർട്ടിയും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് തന്നെ ആയിരുന്നു ഇവളുടെ കഴപ്പ്. അതിനിടയിൽ ഒരാൾ തമാശക്ക് പറഞ്ഞിട്ടും ഉണ്ട് റീച്ച് ആവാൻ ആ കമന്റ്, ഇവിടെ ഞാൻ പോസ്റ്റിലിടുന്നു, ഇത്രയും അധപ്പതിച്ച ഒരു സ്ത്രീ ഈ ലോകത്ത് പിന്നെ തന്നെ ഉണ്ടാകില്ല. ആ നാട്ടിൽ നല്ല നട്ടലുള്ള ആണുങ്ങൾ ആരും തന്നെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. വ്യാപകമായി പ്രതിഷേധം ഉയർന്നപ്പോൾ കുറെ കാണാതെ പഠിച്ച ഡയലോഗും പിന്നെ ഇപ്പൊ നേരത്തെ കേട്ട കുറെ ഇംഗ്ലീഷും കൊണ്ട് ആ വ്യക്തിയെ വീണ്ടും ഇവൾ കൊല്ലുകയായിരുന്നു. നായിൻറ്റാമോൾ ഇവൾ ബ്ലോക്ക് ചെയ്തു, പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാമേ ബ്ലോക്ക് ചെയ്തു, പ്രൈവറ്റ് ആക്കി. ഇവൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. അവൾക്ക് റീച്ച് വേണമായിരുന്നു. അതിന് അവൾ ഇനി കൂടെ ഉള്ള കുഞ്ഞിനെ വെച്ചായിരിക്കും ഇത്രയും ചെയ്തവൾ. നാളെ അതും ചെയ്യും. ഇതിനെതിരെ ഒന്നും ചെയ്യാൻ നട്ടലുള്ള ആണുങ്ങൾ ആ നാട്ടിൽ ഇല്ലല്ലോ എന്നുള്ളതാണ് കഷ്ടം എന്നൊക്കെ പറയാണ്. അതായത് ഈ റീച്ച് പ്രശ്നം പറഞ്ഞിട്ട് എന്തൊക്കെയോ തപ്പിത്തരി നടക്കാണ്. അപ്പോ ഏതോ ഒരു ലോറി പോകുന്ന സമയത്ത് അവിടെ തുപ്പി, ലോറിന്ന് ഡ്രൈവർമാർ തുപ്പൂലേ, പിന്നെ തുപ്പല്ല പിന്നെ എന്താണ് ചെയ്യാ, അവിടെ പിന്നെ മണ്ണ് വാരി തിന്നാൻ പറ്റുമോ, അങ്ങനെ തുപ്പി എന്ന് പറഞ്ഞു അതും ഒരു വാർത്ത ഈ സ്ത്രീയുടെ ചാനലില്.
ഒരു ലോറിക്കാരൻ തുപ്പിയത് ശരിയാണോ, ആ തുപ്പിയ ആളുടെ ഇമ്പൾസ് മഹാമോശമാണ്, അതൊരു തരം സെക്ഷൽ ബിഹേവിയർ ആണ്, അയാൾക്ക് പിന്നെ എന്താ പറയുക കൺട്രോൾ പോയി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീണ്ട ഇംഗ്ലീഷൊക്കെ തള്ളി മറിച്ചൊരു പോസ്റ്റൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ ആ പോസ്റ്റ് കണ്ട ഒരു സ്ത്രീയാണിത്. മാത്രമല്ല ആ പോസ്റ്റിന്റെ താഴത്തെ ഒരാൾ എഴുതിയിട്ടുണ്ട്, അന്ന് ഏതോ കാലത്ത് നിനക്ക് പറ്റിയ പണി എന്താ അറിയോ, അതായത് ആ സ്ത്രീയോട്, അതായത് ഈ എന്താ പറയുക സഞ്ജിത മുസ്തഫ അങ്ങനെ ആ സ്ത്രീ ഉണ്ടല്ലോ, അതിനടിയിൽ എഴുതിയില്ല നിനക്ക് നല്ല പണിയുണ്ട്, ബസ്സിൽ കയറിയിട്ട് പലരും ചാക്കിച്ചെന്ന് പറഞ്ഞാൽ മതി, നീ പ്രശസ്തിയാവുന്നു അന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ സീരിയസ് ആയി എടുത്തതായിരിക്കും, അതാണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് മറ്റേ ഈ സ്ത്രീയുടെ പോസ്റ്റേ, അതായത് റോഡിൽ തുപ്പുന്നവരോട് പറഞ്ഞ ഭയങ്കര ഉപദേശം, ഭയങ്കര നാട് നന്നാക്കണ ഭയങ്കര സാധനം കേട്ടോ. നാട് നന്നാക്കിയപ്പോ ഭയങ്കര നാടൊക്കെ ക്ലീൻ ആണ്. ലോറികളല്ലേ ബാക്കിൽ പോണ്, എന്താന്നാ വിചാരിച്ചത്, ഭയങ്കര സോഷ്യൽ പ്രവർത്തകയാണ്. പക്ഷെ എന്താണ്, ദുബായിലാണെന്ന് മാത്രം. ഓക്കെ, അതിനുശേഷം ഇതാണ് ആ പോസ്റ്റ്, ഏതോരുത്തൻ ഇട്ടതാണ് ആ കാലത്ത്. എന്റെ പിന്നെ എന്താണ് വെച്ചിരിക്കണ്, അതെ റോഡിൽ കൂടെ പോകുന്ന ആണുങ്ങളെ അടുത്തു പോയി നിന്ന് തട്ടിമുട്ടി എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ട് നോക്ക്, അത് കുറച്ച് റീച്ച് ആവും, അതാകുമ്പോൾ കുറച്ചുകൂടി കിട്ടുന്നു പറയാണ്, കുറച്ചുകൂടി റീച്ച് കിട്ടുന്നു പറയാണ്. പിന്നെ അതിജീവിതം നടക്കും ചെയ്യാലോ. അത് ആ പറഞ്ഞ പോലെ തന്നെ ആ സ്ത്രീ അംഗീകരിച്ചിട്ട് അത് തന്നെയാണ് ചെയ്തത്. അപ്പോഴായിരിക്കും ഐഡിയ തലേക്ക് വന്നിട്ടുണ്ടാവുകയെ. എന്തായാലും പിന്നെ ഈ സ്ത്രീനെ പിന്തുണച്ചുകൊണ്ടും ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാണല്ലോ ഏതോ ഒരു സ്ത്രീ പറയാണ്, വലിയൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത്, പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കേസ് കൊടുത്ത് ഒതുക്കാൻ നോക്കുന്നത് ഇനി പെൺകുട്ടികൾക്ക് പ്രതികരിക്കാനാകാതിരിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലെ അതിക്രമം ചെയ്യാൻ കഴിയൂ. ആരാണ്? ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞൊരു സ്ത്രീ ഇട്ടിരിക്കുകയാണ്. അതായത് ന്യായമായ പീഡനാണെന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇതാ എന്ത് തേങ്ങയാണിത്? എന്നുവെച്ചാൽ ഈ സ്ത്രീകൾ ഇപ്പൊ നടന്ന് എന്നെ പീഡിപ്പിച്ച് പറയും നിങ്ങളൊരു വിശ്വസിച്ചോളാ, സ്ത്രീ പറയുന്നത് മാത്രമാണ് സത്യം, അതിലപ്പുറം ഒരു സത്യം ലോകത്തില്ല എന്നാണ് ഇവര് സമൂഹത്തില് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ കണ്ടിടത്തോളം ഭൂലോകം കള്ളിമാരും നുണച്ചികളുമാണ് ഇതൊക്കെ, സർവ്വ പെണ്ണുങ്ങളും. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 വീഡിയോകൾ നമ്മൾ കണ്ടല്ലോ, ബസ്സിൽ കയറിയിട്ട് എന്നെ പീഡിപ്പിച്ചേ പറഞ്ഞു, അയാൾ നോക്കുമ്പോ അടുത്തിരിക്കുന്ന ആൾ നോക്കുന്നു പോലുമില്ല, എന്നിട്ട് അയാളുടെ കൈ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു നാടകം കളിച്ചൊരു സ്ത്രീ. അത് പിന്നെ അയാൾ ആത്മഹത്യ ചെയ്യാത്തത് കൊണ്ട് അതങ്ങനെ പോയി. എന്നിട്ട് വന്നിട്ട് കണ്ണാടി ഇട്ട് വലിയ തള്ളി മറിക്കും, പുരുഷന്മാർ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട്. ഇവര് ബസ്സിൽ കയറണ്ടല്ലോ. അപ്പോ ഇങ്ങനെയും പിന്തുണക്കുന്ന സ്ത്രീകളൊക്കെ വരുന്നുണ്ട് രംഗത്ത്. അതായത് പുരുഷന്മാരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നാണ് പറയുന്നത്. ഇവർക്ക് വണ്ടി വിളിച്ചു പോവാലോ, ബസ്സിൽ കയറി എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ, പിന്നെ സെക്ഷൽ ബൗണ്ടറി ഒക്കെ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനാണ് ടാക്സി, അവർക്ക് വേണമല്ലോ വരുമാനം. ഇനി ടാക്സി ഡ്രൈവർ പിടിച്ചൊന്നും പറയരുത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ആണ് മറ്റൊരു വിഷയം. പിന്നെ ഒരാളിട്ട പോസ്റ്റാണ്. ഇനിയിപ്പോ ഇങ്ങനെ ഒരു മുള്ളു ഡ്രസ്സൊക്കെ ഇട്ട് നടക്കേണ്ടി വരുന്നാ പറയുന്നത്. അതായത് സ്ത്രീകൾക്ക് അനാവശ്യ പ്രിവിലേജ് ലഭിക്കുന്ന ഈ നാട്ടിൽ പുരുഷൻ ജാഗ്രത എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇങ്ങനെ ഇട്ട് നടക്കേണ്ടി വരുന്നാ തോന്നുന്നത്. പിന്നെ ചിലർ പറയുന്നുണ്ട്, പിന്നെ ഒരു കൂട്, ഇരുമ്പിന്റെ ഒരു കൂട് തലേ കൂടെ ഇട്ടിട്ടേ പിന്നെ എല്ലാവരും നടക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഇതാണ്, പീഡിപ്പിച്ച പറഞ്ഞാൽ കുടുങ്ങി. പുരുഷന്മാർക്ക് ഒരു നീതിന്യായം കിട്ടൂല, എല്ലാവരും സ്ത്രീകളെ വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ ബസ്സിൽ ഫ്രണ്ടിൽ പുരുഷന്മാരാക്കുക, ബാക്കിൽ സ്ത്രീകൾ. എന്നാലും രക്ഷയില്ലേ, ബാക്കിൽ നിന്ന് വന്ന് ഇടിച്ചു കയറിയിട്ട് എന്നെ പീഡിപ്പിച്ചേ പറയും. അതിനും മടിയില്ലാത്തവളുമാരാണ് ഇവളുമാരെന്നുള്ളത് ഇപ്പൊ തെളിയിച്ചല്ലോ. അപ്പൊ സംഗതി ഇത്ര ചെയ്യേണ്ടുള്ളൂ, സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ നിയമവും തുല്യത ഉള്ളതാവണം. പുരുഷനെ തൊട്ടേനും പിടിച്ചതിനും ജയിലിലാക്കണമെങ്കിൽ സ്ത്രീകളെ അത് തന്നെ ചെയ്യും. ഇതിപ്പോ തെളിഞ്ഞല്ലോ. അപ്പൊ സ്ത്രീനെയും പിടിച്ച് ജയിലിലാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇനിയും സ്ത്രീകള് പച്ച കള്ളം പറഞ്ഞ് ഇങ്ങനെ നാടകം കളിക്കും. ഒന്നാമത്തെ ഇന്നത്തെ സ്ത്രീകൾക്കൊന്നും ഒരു സത്യസന്ധത ഇല്ല, ഒരു എളിമയും കുലിനിയും ഒന്നുമില്ല. പുരുഷന്മാരെന്നല്ല, ലോകത്താരും ഇങ്ങനെ തെറി പറയില്ല. അങ്ങനത്തെ തെറിയാണ് സ്ത്രീകൾ പറയുന്നത്. കണ്ടാലോ എത്ര മുഖം കണ്ടാൽ തോന്നുന്നു എത്ര നിഷ്കളങ്കരാന്ന് തോന്നും, തൊള്ള തുറന്നാ തെറിയാ വരുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നുണ പറച്ചില് അത് പിന്നെ അവരുടെ കൂടപ്പിറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമം, കോടതികളൊക്കെ ഇത് വീണ്ടും ഒന്ന് പുനഃപരിശോധിച്ച് നിയമങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.